ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കട്ട്ലേറ്റ് ആണ്. മുട്ട വെച്ചിട്ടുള്ള ഒരു കട്ട്ലേറ്റ്. ഇത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മുട്ട പുഴുങ്ങിയത് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു സവോള ചെറുതായി മുറിച്ചത്, ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത്, 1 കപ്പ് കാബേജ് ചെറുതായി മുറിച്ചത്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില, 4-5 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇതെല്ലാം ചെറുതായി മുറിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി. ഈ ചിക്കൻ മസാലപ്പൊടിക്ക് പകരം ഗരം മസാല വേണമെങ്കിൽ നമുക്കെടുക്കാം. കട്ട്ലേറ്റിന് ആവശ്യമായ ഉപ്പ്, ഇതിന്റെ മസാല തയ്യാറാക്കി എടുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ, പിന്നെ ഇവിടെ 2 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി കോൺഫ്ലവറിന് പകരം നമുക്ക് മൈദപ്പൊടിയോ അരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റിയില്ല എങ്കിൽ ചേർത്ത് കൊടുക്കാനാണിത്. മുട്ടയുടെ വെള്ളയിൽ മുക്കി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ മുട്ട കട്ട്ലേറ്റ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി ഞാനിവിടെ 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് റൊട്ടിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി വ്യത്യസ്തമായ രീതിയിലുള്ള കട്ട്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിനാവശ്യമായ മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ച് ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ഇവിടെ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഈ സവോളയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർക്കാം, കറിവേപ്പില, ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കാബേജ് ചേർത്ത് കൊടുക്കേണ്ടത്. സവോള ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടിക്ക് പകരം ഗരം മസാല എടുക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ ഈ മുളകിൻ്റെയൊക്കെ പച്ച ചുവന്ന് മാറുന്നവരെ വഴറ്റണം. ഇനി ഇതിൻ്റെ എരിവ് കൂടുതൽ വേണമെങ്കിൽ ഈ മുളക് പൊടിയുടെയൊക്കെ അളവ് കുറച്ചുകൂടെ കൂട്ടാം കേട്ടോ. ഞാനിവിടെ ഇത്രയും മുളക് കുറച്ചത്. ഞാൻ ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതിന് നല്ല എരിവുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കുരുമുളകിൻ്റെയൊക്കെ അളവ് കുറച്ചത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവ് അല്പം കൂടെ കൂട്ടിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കുക. വീണ്ടും ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയാൽ മതി. ഇതിൻ്റെ ഉപ്പ് കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മൾ വഴറ്റിയെടുത്ത സവോള ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങാണ്, അത് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറുതായിട്ട് ചൂടുണ്ട്, അതുകൊണ്ടാണ് കൈകൊണ്ട് മിക്സ് ചെയ്യാത്തത്. കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ഇത് കുഴയ്ക്കണം. ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലാണ് മൈദപ്പൊടി അരിപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. അതെല്ലാം ഒരു 2 സ്പൂണോ 1 സ്പൂണോ റൊട്ടിപ്പൊടി ചേർത്താലും മതി. അതിനൊന്ന് കുഴച്ച് നോക്കട്ടെ. ഉരുട്ടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനത് ചേർത്ത് കൊടുക്കും. ഇത്തിരി ലൂസായിട്ടായിരിക്കുന്നത്, അല്പം പൊടി ചേർക്കാം. ഇതിനകത്തേക്ക് ഞാൻ അല്പം പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ റൊട്ടിപ്പൊടിയും കൂടി ചേർത്ത് 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല എടുത്ത് ഓരോ ഉരുളകളാക്കി എടുക്കുക. ഇത് നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മളിവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട അത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ച് കൊടുത്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. കുറച്ച് മാവ് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി. ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് എടുക്കുക, ഓരോ ഉരുളകളാക്കിയിട്ട് കൈയുടെ വെള്ളം വെച്ച് പരത്തുക. അതിനകത്ത് നമ്മളിവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട വെച്ച് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് കവർ ചെയ്തെടുത്താൽ മതി. 2 സൈഡിൽ നിന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഇതേപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം.
കട്ട്ലേറ്റ് ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് റൊട്ടിപ്പൊടി കോട്ട് ചെയ്തെടുക്കണം. അടുത്തതിന് നമുക്ക് അത് ചെയ്യാം. ഇത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. മുട്ടയുടെ വെള്ളം എടുത്ത് വയ്ക്കുക. മുട്ടയുടെ വെള്ളയിലേക്ക് അല്പം കുരുമുളക് പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ കട്ട്ലേറ്റ് എടുത്ത് മുക്കുക. റൊട്ടിപ്പൊടി കോട്ട് ചെയ്തെടുക്കുക. ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളം, കട്ട്ലേറ്റ് എല്ലാം മുട്ടയുടെ വെള്ളയിൽ മുക്കി റൊട്ടിപ്പൊടി കോട്ട് ചെയ്തിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേനും മറിച്ചിട്ട് കൊടുക്കണം. പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നല്ല ബ്രൗൺ നിറാകുമ്പോഴത്തേനും നമുക്കിത് എടുത്ത് മാറ്റാം. നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. എല്ലാ വശവും നല്ല ഫ്രൈ ആയി. ഇനി ഇത് കോരിയെടുക്കാൻ പോവുകയാണ്. കണ്ടോ, ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മുട്ട കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ട കട്ട്ലേറ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് യു.